ഭാഷാപരമായി അറിയപ്പെടുന്ന ജനതയാണ് നമ്മൾ. അതിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെയും ചിന്താധാരകളെയും ആദരവോടെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനും കഴിയുന്നതാകണം വിദ്യാഭ്യാസമെന്ന് ദേവമാതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു. കടപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രതിഭാ സംഗമത്തിൽ അറിവ്, ആനന്ദം, അവബോധം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവ് അവബോധവും ആനന്ദവുമായി മാറണം. കരുണയും സ്നേഹവും അതിന്റെ അടിസ്ഥാന സ്രോതസ്സാകണം. തന്നെ മാത്രമല്ല, ചുറ്റുപാടുകളെയും കൂടി പരിഗണിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ധാർമ്മികത വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കമായി മാറുമ്പോഴാണ് വിദ്യാഭ്യാസം മാനവികമായി മാറുന്നതെന്നും ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ പറഞ്ഞു. വരാനിരിക്കുന്ന മനുഷ്യർക്ക് തണലാകണം, വരാനിരിക്കുന്ന മനുഷ്യർക്ക് അഭയമാകണം. അത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടിയ വിദ്യാഭ്യാസത്തിന് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ അറിവ് ആനന്ദമാകുന്നത്. അത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് അറിവ് അവബോധത്തിന്റെ തലത്തിലേക്ക് വളരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മളെ അപേക്ഷിക്കാതെ, അതായത് നമ്മളിൽ മാത്രം നിൽക്കാതെ ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനം മാത്രമേ നമ്മളെ നിലനിൽപ്പുള്ളവരാക്കി തീർക്കൂ, ഒരു സമൂഹത്തെ നിലനിൽപ്പുള്ളവരാക്കി തീർക്കൂ. മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. നൂറ്റാണ്ടുകളിൽ വ്യത്യസ്തമായി ഒരുപക്ഷെ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ വിവരസാങ്കേതിക വിദ്യ നമ്മുടെ കൈവിരൽത്തുമ്പിലേക്ക് ലോകമെമ്പാടും ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ഇപ്പോഴും വായനയുടെ പ്രസക്തിയെക്കുറിച്ചും വായിച്ച് നമ്മൾ അറിവ് നേടുന്നതിനെ കുറിച്ചും വളരെ കൃത്യമായി നമ്മുടെ ഗ്രന്ഥശാലകൾ വഴി പ്രചരിപ്പിക്കുകയും അതിലപ്പുറമായി നമ്മുടെ ഗ്രന്ഥശാലകളെ ജീവസുറ്റതാക്കുന്നു. അതാണ് ഏറെ പ്രത്യേകത. വിദ്യാർത്ഥികൾ കൂടുതൽ തെളിച്ചത്തോടെ സമൂഹത്തെ നോക്കിക്കാണണമെന്നും മതമൗലിക തീവ്രവാദങ്ങളെ മാനവിക ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എതിർക്കണമെന്നും അവർ പറഞ്ഞു. കടപ്പൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് VK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞാൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിശയിപ്പിക്കുമാർ അടുത്ത വീട്ടിലെ ആൾക്കാരെ പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് അങ്ങനെ പോയാൽ ശരിയാകില്ല. ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ തന്നെ അവരെ ഒന്ന് മനസ്സിലാക്കണം. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നല്ല രീതിയിൽ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് നല്ല ജോലിയൊക്കെ കിട്ടി നാടിനും വീടിനും ഒക്കെ നല്ല വ്യക്തിത്വങ്ങളായി മാറണം എന്നുള്ളത് അത്യാവശ്യമാണ്. യോഗത്തിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി PD ജോർജ്, വൈസ് പ്രസിഡന്റ് ശശി കടപ്പൂര്, കാണക്കാരി പഞ്ചായത്ത് മെമ്പർ ശ്രീജ ഷിബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം CS ബൈജു എന്നിവർ സംസാരിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.